മാർവൽ ഇപ്പോൾ ഓൾറെഡി ഒരു മിഡ് ഫേസ് റീസെറ്റിന് റെഡി ആവാൻ വേണ്ടി പോവാണെന്ന് നമ്മുടെ കെവിൻ ഫേഗി തന്നെ ഒഫീഷ്യലി പറഞ്ഞിട്ടുണ്ട്. And Wolverine feels almost like a mid-phase reset. I hadn't heard it put that way before. Mid-phase reset. I like that. And I think a lot of that, like everything else in life, comes down to timing. അങ്ങനെ ഇത് കാരണം ഇപ്പോൾ ഏറ്റവും കൂടുതൽ പണി കിട്ടിയിരിക്കുന്ന ഒരാളാണ് നമ്മുടെ കാങ് ദ കോൺക്കറർ ആയിട്ട് അഭിനയിച്ചിട്ടുള്ള ജോണത്തൻ മേജേഴ്സ്. കാരണം ഇൻഫിനിറ്റി സാഗയിൽ നമ്മുടെ താനോസ് എങ്ങനെയാണോ ഒരു ബിഗ് വില്ലനായിട്ടുണ്ടായിരുന്നത്, അതേപോലെ മൾട്ടിവേഴ്സ് സാഗയിൽ ഏറ്റവും വലിയൊരു ത്രെട്ടായിട്ട് വില്ലനായിട്ട് നമ്മുടെ കെവിൻ ഫേഗി ഈ കാങ്ങിനെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഈ മൊത്തം മൾട്ടിവേഴ്സ് സാഗ തന്നെ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നത്. അവസാനം ഇപ്പോൾ എല്ലാം മാറ്റി മറിച്ചിട്ട് നമ്മുടെ ആർഡിജനെ തിരിച്ച് ഡോക്ടർ ഡൂമായിട്ട്, അതായത് ഒരു വലിയ വില്ലനാക്കിയിട്ട് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പോവാണ്. സോ ഇതിനൊക്കെയുള്ള മേജർ കാരണം എന്താണ്, എന്തിനും നമ്മുടെ ആർഡിജനെ തിരിച്ചുകൊണ്ടുവന്നു, കാങ്ങിനെ എന്തുകൊണ്ട് ഒഴിവാക്കി, ഇതിനൊക്കെയുള്ള മെയിനായിട്ടുള്ള ഒരു റീസൺസാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓൾറെഡി മാർവൽ ഇൻഫിനിറ്റി സാഗയ്ക്ക് ശേഷം മെയിനായിട്ടുള്ള ഹീറോസൊക്കെ പോയതിനു ശേഷം ഏതാണ്ട് ഒരു ഡൗൺ ഫേസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാന്നുള്ള പേരിൽ ഇവർ മൊത്തം അധപ്പതനങ്ങളാണ് ഇവർക്ക് ഫ്ലോപ്പായി വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്കൊരു ഹോപ്പ് കൊടുക്കുന്നു വിചാരിച്ച പടങ്ങളായിട്ടുള്ള നമ്മുടെ എറ്റേണൽസ്, ക്യാപ്റ്റൻ മാർവൽ 2, മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് ഇതൊന്നും വലിയൊരു ഹിറ്റായിട്ടില്ല. പിന്നെ ഇവരെ ഏറ്റവും വില്ലനായിട്ട്, ഏറ്റവും വലിയൊരു വില്ലനായിട്ട് കൊണ്ടുവരാൻ വിചാരിച്ചിരിക്കുന്ന കാങ് ഓഡിയൻസിൻ്റെ ഇടയിൽ അത്രയ്ക്ക് അങ്ങോട്ട് റീച്ച് ആയിട്ടില്ല. അതിൻ്റെ മെയിൻ കാരണം ഇവർ തന്നെയാണ്. കാരണം ഇൻഫിനിറ്റി സാഗയിൽ താനോസിന് അവിടെ ഇവിടെ ആയിട്ട് ചെറുതായിട്ട് ടീസ് ചെയ്ത് പോവുമെങ്കിലും മൊത്തം പുള്ളിയുടെ ഒരു ക്യാരക്ടർ ആർക്ക് ബിൽഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ടാവുക ഇൻഫിനിറ്റി വാറിലായിരിക്കും. അങ്ങനെ അതിലും നമ്മുടെ താനോസ് വന്ന് ഇറങ്ങി അടിച്ച് എല്ലാ ഹീറോസിനും ഡിഫീറ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കും കാണിച്ചിട്ടുണ്ടാവുക. അങ്ങനെ എല്ലാ ഹീറോസ് വന്നിട്ടും ഡിഫീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാളെ എങ്ങനെ ഇവർ എൻ ഗെയിമിൽ ഡിഫീറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു കാരണമാണ് ആ പടത്തിന് അത്രയ്ക്ക് ഹൈപ്പിലേക്ക് കൊണ്ടുപോയത് തന്നെ. ഈ ഒരൊറ്റ കാരണമാണ് ഇവിടെ മൾട്ടിവേഴ്സ് സാഗയിൽ ഏറ്റവും പ്രശ്നമായിട്ട് വന്നതും. കാരണം ഇവിടെ ഓഡിയൻസിന് വിചാരിച്ചിരിക്കുന്നത്, ഓഡിയൻസിൻ്റെ ഇടയിലേക്ക് റീച്ച് ആയിരിക്കുന്നത് കാങ് എന്ന് പറയുന്നത് ജസ്റ്റ് ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള അയൺമാനെ പോലെ ഒരു ഈവിലായിട്ടുള്ള മനുഷ്യൻ, ഒരു നോർമൽ മനുഷ്യൻ. ഇവനെ തല്ലാൻ വേണ്ടിയിട്ട് എന്തിന് ഇത്രയ്ക്കും പവർഫുൾ ആയിട്ടുള്ള ഹീറോസ് വരണം എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് ഇപ്പോൾ ഓഡിയൻസിൻ്റെ ഇടയിൽ റീച്ച് ആയിട്ടുള്ളത്. ഇതിന് കാരണവും മാർവലിൻ്റെ ഇപ്പോഴത്തെ പോക്ക് തന്നെയാണ്. കാരണം ലോക്കിയുടെ വില്ലനാക്കി കൊണ്ടുവരിക, ആൻറ്റ്മാൻ്റെ വില്ലനാക്കി കൊണ്ടുവരിക എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ പടത്തിലും ഓരോരോ വില്ലനാക്കിയിട്ട്, ഓരോരോ ചെറിയ ചെറിയ ഹീറോസിൻ്റെ വില്ലനാക്കി കൊണ്ടുവരുവാണ്. ഈ ലോക്കിയുടെ കാര്യം നമ്മൾ വിട്ടേക്ക്, അത് വേറെ തന്നെ ലെവലാണ്. പക്ഷേ ആൻറ്റ്മാനെ പോലുള്ള ഒരു ഹീറോ തന്നെ നമ്മുടെ കാങ്ങിനെ ഡിഫീറ്റ് ചെയ്തു. അങ്ങനെയുള്ള ഒരാളെ എന്തിന് ഇത്രയും മൾട്ടിവേഴ്സിലുള്ള ഹീറോസ് വന്നിട്ട് ഡിഫീറ്റ് ചെയ്യണം? പുള്ളി സാധാരണ ഒരു മനുഷ്യനല്ലേ എന്നുള്ള രീതിക്ക് തന്നെ അത് ഏതാണ്ട് അവിടെ ഡൗൺ ആയി തുടങ്ങി. സോ അവിടെ തന്നെ കാങ്ങിൻ്റെ പദ്ധതി ഏതാണ്ട് ഫ്ലോപ്പായി തുടങ്ങി. അങ്ങനെ ഇവർ കാങ്ങിൻ്റെ കാര്യം എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ജോണത്തൻ മേജേഴ്സ് കൈയും കാലും വെച്ച് അടങ്ങിയിരിക്കണ്ടേ, ഇല്ല പുള്ളി ഓരോ കേസും പൊല്ലപ്പം ഉണ്ടാക്കി വെച്ച് കിട്ടിയ ചാൻസിന് പുള്ളിനെ അങ്ങ് ഒഴിവാക്കി. അവർ ഇപ്പോഴുള്ള പോക്ക് വെച്ചിട്ട് അവർ കാങ്ങിനെ റീകാസ്റ്റ് ചെയ്യുന്നതാണ് വിചാരിച്ചത്. പക്ഷേ ഇവർ കാങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്യാരക്ടറിനെ തന്നെ ഏതാണ്ട് ഒഴിവാക്കിയ മട്ടാണ് ഇപ്പോൾ ഉള്ളത്. കാരണം അവഞ്ചേഴ്സ് 5 ഓഫ് കോഴ്സ് കാങ് ഡൈനസ്റ്റി ആയിരുന്നു. അങ്ങനെ ആ കാങ് ഡൈനസ്റ്റിയാണ് ഇപ്പോൾ ഡൂംസ്ഡേ ആയിട്ട് മാറിയത്. സോ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം കാങ്ങിനെ ഒഴിവാക്കി ഇനി ഡൂമാണല്ലോ. ഡെഫിനറ്റ്ലി ഡൂമിനെ കൊണ്ടുവരാൻ അവർക്ക് ഇപ്പോൾ പ്ലാനേ ഉണ്ടായിട്ടുണ്ടാവില്ല. ഈ പ്രശ്നങ്ങളൊക്കെ കാരണമായിരിക്കും ഡൂമിനെ ഇത്ര പെട്ടെന്ന് ഇറക്കിയത് തന്നെ. ആക്ച്വലി ഡൂമിനെ ഡോക്ടർ ഡൂമായിട്ട് ആർഡിജനെ കാസ്റ്റ് ചെയ്തിട്ടുള്ളത് ഒഫീഷ്യൽ മാർവൽ മെമ്പേഴ്സിന് പോലും അറിയത്തുണ്ടായിരുന്നില്ല. Mr. Field and Hall H that your fellow Avenger Robert Downey Jr. is back in the MCU as Dr. Doom. They just shared it. How does it feel to be welcoming him back into the MCU? I better kill him first. He better not. I get first dibs. And I was like, that's not happening. That's not happening. I think we just found out on the spot. Did you? കാരണം അത്ര സീക്രട്ട് ആയിട്ടാണ് അവരത് വെച്ചിരിക്കുന്നത്. എന്തിനധികം പുള്ളിനെ ഒഴിവാക്കിയിട്ട് വേറൊരു ക്യാരക്ടർ അത്രയും വലിയൊരു വില്ലൻ റോൾ റീപ്ലേസ് ചെയ്ത കാര്യം നമ്മുടെ കാങ്ങിനെ പോലും അറിയിച്ചിട്ടില്ല. നമ്മുടെ ജോണത്തൻ മേജേഴ്സിനെ പോലും. പുള്ളി അറിഞ്ഞപ്പോൾ ഒരുപാട് വിഷമം ഉണ്ടായെന്നും തിരിച്ചു വരാൻ ആഗ്രഹം ഉണ്ടെന്നൊക്കെ പുള്ളി പറയുന്നുണ്ട്. മാത്രമല്ല പുള്ളി പറഞ്ഞിട്ടുള്ളൊരു കാര്യം കൂടിയാണ്, അതായത് നമ്മുടെ എസ്രാ മില്ലർ, റോബർട്ട് ഡൗണി ജൂനിയർ ഇവരെ പോലെയൊക്കെ ഒരു സെക്കൻഡ് ചാൻസ് പുള്ളിക്കും കൊടുക്കായിരുന്നില്ലേ എന്ന്. കാരണം ഇവരും ഇതേപോലെ ആദ്യം മോശം ഫ്ലാഷ് ബാക്ക് ഉണ്ടായിട്ട് പിന്നീട് തിരിച്ചു വന്നിട്ട് വലിയ ആൾക്കാരാണല്ലോ. പക്ഷെ എന്നാലും കൈകാലൊക്കെ വെച്ചിട്ട് അടങ്ങിയിരിക്കണമായിരുന്നു. ഇപ്പം നിങ്ങൾ വിചാരിക്കും അപ്പോൾ കാങ് ഇനി തിരിച്ച് വരാനേ പോകണില്ലേന്ന്. ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. കാങ്ങിനെ റീകാസ്റ്റ് ചെയ്തിട്ട് കാങ്ങിൻ്റെ സ്റ്റോറിക്ക് ഒരു എൻഡ് വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഡൂംസ്ഡേയിലേക്ക് പോകാൻ പോകുന്നത്. ഇനി കൂടുതലായിട്ട് അവരെന്താണ് പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് ഇനി വരുന്ന പടങ്ങളിലൊക്കെ എന്തായാലും മനസ്സിലാവും.